ഓം ശ്രീ വിഷ്ണുമായ നമഃ. എല്ലാവരും വിഗ്രഹാരാധനയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്ന രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് അവരുടെ അടുത്ത്. നിങ്ങൾ ആദ്യം സ്വാമീനെ പറ്റി മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ വിഗ്രഹവും കാര്യങ്ങളും കൊണ്ടുനടക്കുക. ആദ്യം നമ്മൾ ചെറുതായിട്ട് കൊണ്ടു നടന്നിട്ട് വലുതാക്കി നോക്കുക. അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് കൊണ്ടുവന്ന് വലിയ വിഗ്രഹവും കാര്യങ്ങളും 50,000 1 ലക്ഷമൊക്കെ കൊടുത്തുകൊണ്ട് പല അമ്പലങ്ങളിൽ നിന്നും നിങ്ങൾ പലതും മേടിച്ചുകൊണ്ടുണ്ട്. പക്ഷെ അതിൽ എന്ത് മാറ്റം ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. എനിക്കറിയില്ല അതിൽ. പക്ഷെ എന്നിരുന്നാൽ പോലും ഞാൻ പറയാണ്, ചെറുതായിട്ട് കൊണ്ടുപോകുക. ചെറിയ തകിടിൽ ആവാഹിച്ച് ആദ്യം കൊണ്ടുപോയിട്ട് നമുക്ക് അതിൻ്റേതനുസരിച്ച് മാറ്റങ്ങളായി കഴിഞ്ഞാൽ നമ്മൾ വിഗ്രഹവും കാര്യങ്ങളും നോക്കാതെ നിങ്ങൾ വീട്ടിൽ വെക്കാൻ പറ്റുന്ന വിഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വലിയ വിഗ്രഹാരാധനയോ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ചെറുതായിട്ട് വിഗ്രഹവും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. ആ വിഗ്രഹവും കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. ബേസിക് ആയിട്ടുള്ള പൂജ നടത്തുക, അതിൻ്റെ നേദ്യാദി കാര്യങ്ങൾ ചെയ്യുക, വിളക്ക് കത്തിക്കുക. വിളക്ക് കത്തിച്ചു എന്നും പറഞ്ഞുകൊണ്ട് സ്വാമിയുടെ എല്ലാം കഴിഞ്ഞു എന്നല്ലട്ടെ ഞാൻ പറയണത്. നമ്മളിപ്പോൾ എന്താ പറയുക, എൻ്റെ വീട്ടിലിപ്പോൾ ഒരാളെ വിളിച്ച്, എൻ്റെ വീട്ടിലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് പറയാണ്, നീ ഈ വീട്ടിലെ പണിയും കാര്യങ്ങളും ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഞാനവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ പറയാണ്, നിന്നെ അത് കഴിഞ്ഞിട്ട് പറയണ, നിനക്ക് ചോറുമില്ല അന്നവുമില്ല ഒന്നുമില്ല, നീ ഇവിടെ ഇരുന്നോ, പണി തീർക്കാൻ പറയേണ്ടി ആരെങ്കിലും ചെയ്യുമോ? അങ്ങനെയല്ല ഒരിക്കലും സ്വാമി. നമ്മുടെ കൂടപ്പറപ്പായിട്ട്, നമ്മുടെ വീട്ടിലൊരു അംഗമായിട്ട്, നമ്മുടെ ഒരു കൂടപ്പറപ്പായിട്ട് നമ്മൾ കൊണ്ടു നടക്കുക. നിങ്ങൾ പലരും ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ്. വീട്ടിൽ കൊണ്ടുവന്ന് വെറുതെ സ്വാമിനെ വയ്ക്കുക. നിങ്ങൾ 3 നേരം ചോറും കാര്യങ്ങളും കഴിക്കണല്ലേ? സ്വാമിക്ക് എന്തെങ്കിലും കൊടുക്കണ്ട? എന്തെങ്കിലും നേദ്യാദി കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? അതിനെപ്പറ്റി എന്തെങ്കിലും അറിയുമോ? ഇല്ലാതെ അറിയാതെ നിങ്ങൾ ചെയ്യുന്ന വെറും മണ്ടത്തരമാണ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഏറ്റവും വലിയ ദോഷമാണത്. നമ്മളത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യഥാശക്തി കർമ്മവും കാര്യങ്ങളും കൊടുത്ത് മര്യാദയ്ക്ക് കൊണ്ടുനടക്കുക. അതാണ് മര്യാദയ്ക്ക് നമ്മൾ സ്വാമിനെ കൊണ്ടുനടക്കണത്. ഇല്ലെങ്കിൽ പിന്നെ ആ വീട്ടിൽ ദോഷങ്ങൾ ഒഴിഞ്ഞൊരു സമയം ഉണ്ടാവില്ല. ഒന്നൊഴിഞ്ഞ് നമ്മൾക്ക് അടുത്ത വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങളും ദുരിതപ്പാട് തന്നെ വന്നുകൊണ്ടിരിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാമിയോടെ പട്ടിണിക്കിരിക്കുകയാണ്. നിങ്ങൾ 3 നേരം ചോറും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാമിക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇപ്പോൾ ദേ ഇവിടെ തന്നെ ബേസിക് ഞാൻ ഒരു കാര്യം പറയുകയാണ്. ഇങ്ങനെയുള്ളൊരു വിഗ്രഹവും കാര്യങ്ങളും സ്വാമിനെ പൂജിച്ചു കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ആ സ്വാമിനെ പൂജിച്ചു കൊടുക്കുമ്പോൾ പോലും അതിന് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയാണ് പൂജ ചെയ്യേണ്ടത്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നേദ്യവും കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടത്, നേദ്യാദി കർമ്മങ്ങൾ കൊടുത്ത് അതിനെ തൃപ്തിപ്പെടുത്തി എങ്ങനെ കൊണ്ടു നടക്കാം. സ്വാമി എപ്പോഴൊക്കെ നേദ്യങ്ങൾ കൊടുക്കണം, അത് എത്ര സമയത്ത് ജപിക്കണം, ആ ജപത്തിൻ്റെ മന്ത്രവും ആ മൂലമന്ത്രവും ജപിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, വിളക്ക് കത്തിക്കുന്നത് എങ്ങനെയാണ്, ഏത് ദിശയിൽ വെക്കണം, ഏത് ദിശയിലാണ് സ്വാമിനെ കൊണ്ടു നടക്കേണ്ടത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എവിടെയെങ്കിലൊക്കെ പോയിട്ട് എന്തൊക്കെ കൊണ്ടുവന്ന് വെച്ചോണ്ട് വീട്ടിൽ കൊണ്ടുവന്നുകൊണ്ട് വെറുതെ വിളക്കും കത്തിച്ചുകൊണ്ട് വെക്കുന്ന ആളൊന്നുമില്ല കേട്ടോ സ്വാമി. സ്വാമിക്ക് നേദ്യവും കാര്യങ്ങളും കൊടുക്കുമ്പോഴേ ആ സ്വാമിക്ക് ഒരു ശക്തിയുള്ളൂ. അല്ലാതെ നിങ്ങൾ പട്ടിണിക്ക് എന്നെ, ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചോദിക്കുകയാണ്, എന്നെ ഒരു സ്ഥലത്ത് ഒരു പൂജയ്ക്ക് വിളിച്ചുകൊണ്ട് പൂജ ചെയ്യണ സമയത്ത് എൻ്റെ അടുത്ത് പറയണം, ഒന്നുമില്ല അന്നമില്ല ഒന്നുമില്ല, നാളെ രാവിലെ എനിക്ക് പൂജ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്ക് പൂജ ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻ്റെ ശരീരത്തിൽ ബലം വേണ്ടേ? ആ ബലമില്ലാതെ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തന്നു വിട്ട ആൾക്ക് ഈ വിഗ്രഹത്തിലൊരു ബലം ഉണ്ടാവും. പക്ഷെ ആ ബലം ഓക്കെ, അത് കൂടാതെ നിങ്ങൾ കൊടുക്കുന്ന നേദ്യാദി കർമ്മങ്ങളിൽ അതിൽ ബലവും കാര്യങ്ങളും വർദ്ധിക്കുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ സ്വാമിയുടെ ചൈതന്യം കൂടുള്ളൂ. അതെന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പലവരും ചെയ്യാത്ത കാര്യങ്ങളാണ്. എന്താണ്, നമ്മൾ എന്തൊക്കെ നേദ്യങ്ങൾ ചെയ്യണം, സ്വാമിനെ എങ്ങനെ കൊണ്ടു നടക്കണം, അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാതെ നോക്കുക. അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ച് കൃത്യമായിട്ട് ചെയ്യുക. ഇത് വെറുതെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെയായിട്ട് വെച്ചോണ്ട് എനിക്കിപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാ സൗഭാഗ്യവും തരും, നമുക്ക് വെറും മണ്ടത്തരം ഉണ്ട്, അങ്ങനെയുള്ള പരിപാടിക്കൊന്നും നടക്കല്ലേ. അങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാണപ്രതിഷ്ഠ പലയിടത്തും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ രീതിയാണ് പറയണത്. ഇവിടുന്ന് എൻ്റെയൊക്കെ കൊടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ആ പ്രാണപ്രതിഷ്ഠ നടത്തി നമ്മൾ കൊടുക്കുമ്പോൾ ഈ വിഗ്രഹത്തിലൊരു ശക്തിയുണ്ട്. ആ മന്ത്രത്തിനുണ്ട്. ആ നേദ്യം വെച്ച് ജപിക്കുമ്പോഴും അതിൻ്റെ ഒരു ശക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ശക്തി വേറെയാണത്. പലരും പറയേണ്ട ഒന്നും വേണ്ട, വെറുതെ കൊണ്ടുവന്ന് വെച്ചാൽ മതി, വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾ വെറുതെ വിളക്ക് കത്തിച്ചോ, എല്ലാ കാര്യവും നടത്തി തരും. ഞാനൊന്നും അതിലൊന്നും വിശ്വസിക്കുന്നില്ല, ഒരു കാലത്തും വിശ്വസിക്കുകയില്ല. അങ്ങനെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതേ ശക്തി വെച്ചുകൊണ്ട് പൂജയും കർമ്മങ്ങളും പഞ്ചോപഹാരം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, ദിഗ്ബന്ധനം, ഇതൊക്കെ ചെയ്ത് മര്യാദയ്ക്കുള്ള പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ വിഗ്രഹത്തിൻ്റെ ശക്തി ഭയങ്കര 10 മടങ്ങ് വർദ്ധിച്ചു വരും എന്ന് പറയുന്നത്. ആ വർദ്ധിക്കുന്ന അനുസരിച്ച് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് മാറ്റം വരും. നമ്മൾ എന്തിനാണ് കൊണ്ടു നടക്കുന്നത്? നമ്മുടെ കുടുംബത്തിൽ മാറ്റവും കാര്യങ്ങളും ഉണ്ടാവാനായിട്ടാണ്. അല്ലാതെ നമ്മൾ ഈ പറയുന്ന മാതിരി വെറുതെ കൊണ്ടു നടന്നുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാ എനിക്ക് മുടിപ്പാണ്, എനിക്കൊരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മളെപ്പം നന്നാവുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു മാറ്റം വരുമ്പോഴേ
നമുക്ക് മാറ്റം എന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് ഇതേമാതിരിയുള്ള കർമ്മങ്ങളും കാര്യങ്ങളും, ജപം, മൂലമന്ത്രം, അതേമാതിരി നേദ്യാദി കർമ്മങ്ങൾ, അത് കൃത്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ നല്ല മാറ്റങ്ങളുണ്ട്. നിങ്ങൾക്ക് മാറ്റമില്ലെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന സിദ്ധിയും കാര്യങ്ങളും ശരിയല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മര്യാദയ്ക്ക് യഥാശക്തി വെച്ചുകൊണ്ട് സ്വാമിനെ കൊണ്ടുനടക്കുക, മന്ത്രവും ജപവും കാര്യങ്ങളും കൃത്യമായിട്ട് കൊണ്ടുനടക്കുക, പറഞ്ഞു തന്നിരിക്കുന്ന രീതി അനുസരിച്ച് കൃത്യമായിട്ട് കൊണ്ടുനടക്കുക. അത് തെറ്റാണെന്നുണ്ടെങ്കിൽ ആ ഗുരുനാഥനെ മാറ്റിയിട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന ഗുരുനാഥനെ നോക്കുക. അതിൽ തെറ്റുകുറ്റങ്ങളുണ്ടാവും. നിങ്ങൾക്ക് മാറ്റമില്ലെങ്കിൽ അതിൽ പ്രശ്നം വേറൊന്നുമില്ല. ആ ഗുരുവിന് നിങ്ങൾക്ക് പറഞ്ഞു തന്നതിൽ കുറേ മിസ്റ്റേക്കുകളും തെറ്റുകുറ്റങ്ങളും ഉണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് തിരിച്ചറിഞ്ഞ് കൊണ്ടുനടക്കുക. ഓം ശ്രീ വിഷ്ണുവായ നമ്മ എല്ലാവരും അനുഗ്രഹിക്കട്ടെ.